അപ്പം നിങ്ങൾ തമിഴ്നയിൽ കണ്ട പോലെ നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. നമ്മളിവിടെ നേരെ സൂയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ സൂവിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടാണ് കേട്ടോ സൂവിന്റെ എൻട്രി വരുന്നത്. ടിക്കറ്റ് ഒക്കെ എടുക്കണം. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കയറാം. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത് ആദ്യം അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നതാ ഈ സിംഹവാലം കുരങ്ങനെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു കുരങ്ങന്മാരുടെ കഥയായിരുന്നു. എവിടെ നോക്കിയാലും കുറേ കുരങ്ങന്മാർ. ഹലോ. അവിടെ നടന്ന് പിന്നെ നേരെ നടന്നു വന്നപ്പോഴത്തേക്കും പിന്നെ കാണുന്നത് ഈ കരടിക്കുട്ടന്മാരെയാണ് കേട്ടോ. 1, 2, 3 കരടികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ വെള്ളത്തിൻ്റെ അടുത്തിരുന്ന് അവർക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം വേണമെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു ഷവർ രീതിയൊക്കെ അവിടെ ചെയ്തിട്ടേക്കുന്നത് കണ്ട്. കാട്ടുകോഴി. കാട്ടുകോഴി എന്നൊക്കെ നമ്മൾ പലരെയും കളിയാക്കി വിളിക്കാറുണ്ടെങ്കിൽ ശരിക്കും ഇതാണ് കേട്ടോ കാട്ടുകോഴി. ഞാനിപ്പോഴാണ് ഇതിനെ കാണുന്നത്. അങ്ങനെ അതിനെ കണ്ടതിന് ശേഷം ഞങ്ങളിത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലെ കൂടെ നടക്കാൻ. ഈ സൈഡിൽ കെട്ടിടമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതേതോ പഴയ കെട്ടിടം അങ്ങോട്ടാണ് കേട്ടോ. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അതാ ഇങ്ങനെ ഞങ്ങൾ വെച്ച് പിടിക്കുക. ഇതൊരു വല്ലാത്ത നടത്തമായി പോയി കേട്ടോ. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ എന്തോ ബംഗാൾ കഴുകനെയാണ് നമ്മൾ അടുത്തതായി കാണുന്നത് കേട്ടോ. കൊക്കിന്റെ തടാകമാണ് അപ്പൊ നമ്മള് കാണാൻ പോകുന്നത്. ഇത് നോക്കേ, അടിപൊളി. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്ന സിംഹത്തിനെ കടുവയും കാണലാണല്ലോ. പിന്നെ കുറച്ച് പാമ്പുകളെയൊക്കെ കാണുക. ഇനി നമുക്ക് സിംഹത്തെ കാണാൻ പോവാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, സിംഹം ഉറക്കമായിപ്പോയി. അപ്പൊ കാണിച്ചു തരാം. കാണാൻ പറ്റൂ. നല്ല സിംഹം ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിയിരുന്നെങ്കിൽ നോക്കി എടുത്തു. അടിപൊളി. എഴുന്നേറ്റ് വയസ്സ് കൃത്യം പോസിറ്റ് വന്നിട്ടുണ്ട്. ഇതുവഴി നോക്ക്. എന്നിട്ടാണ് നോക്കുന്നത്. അല്ല, ആര്? ഞാനോ? ഇങ്ങോട്ട് നോക്കേ. ഇത് നോക്കി ഞങ്ങൾ പോവുകയാണോ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ നോക്കുന്നത്. അതിന്റെ നോട്ടിട്ട് ബൈ. അത് നമ്മളെ തന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അല്ലേ? 2 എണ്ണം ഉണ്ട്. എമു 2 എമു ഉണ്ടേ. വേണ്ട, സാധാരണയായിട്ട് ഓസ്ട്രേലിയയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഉറങ്ങുവാണ്. പിന്നെ കണ്ടത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്. 2 പേര്. ഹിപ്പ് 2 പേരുണ്ട്. പിന്നെ ഉണ്ട്. 4 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. വേണ്ട ഒരാള്. ഇതല്ല ഓക്കെ. ഒന്നും ചെയ്യത്തില്ല. ഒരു കൂട്ടം മാന നമുക്ക് കണ്ടാലോ. ഒരു കൂട്ടം മാൻ നോക്കേ. ശരിക്കുണ്ട്. മാൻ തന്നെയാണോ ഇത്? ആ കൂട്ടത്തിൽ ഇതും മാൻ തന്നെയാണോ? അതാ ഈ കാക്ക ഇരിക്കുന്നത്. ഒരു സംശയം. ചിലതിനെയൊക്കെ കണ്ടിട്ട് മാനക്കണക്കും, ചിലതൊക്കെ മാൻ അല്ലാതെയും തോന്നുന്നുണ്ട്. പക്ഷെ ഒരുപാടുണ്ടല്ലേ. ഏതാ വഴി ഏതാന്ന് അറിയാൻ വയ്യല്ലേ. അങ്ങനെ അവിടെ നടന്ന് നമ്മൾ നേരെ വന്ന കൃഷ്ണമൃഗത്തെ കാണാനായിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൃഷ്ണമൃഗത്തെ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ കൊമ്പാണ് ഇതിൻ്റെ സ്പെഷ്യൽ.
കുഴഞ്ഞ് സത്യം പറഞ്ഞാൽ നടന്ന് ഞാൻ ക്ഷീണിച്ചു കേട്ടോ. പക്ഷേ എന്താ പറയുക, വലിയ ക്ഷീണം അങ്ങോട്ട് അടിക്കത്തില്ല. കാരണം ആ സ്ഥലത്തൂടെ നടന്നു പോകാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കാരണം തണലൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ ചെറിയ കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഫീലിലങ്ങ് പോയി. ഇതൊരു വല്ലാത്ത ചുറ്റലാട്ടെ. ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് എങ്ങോട്ട് തിരിഞ്ഞ് ഏത് വഴിയാണ് വരുന്നതെന്ന്. ഇനി നമുക്ക് ഇനിയും കുറെ കാണാനുണ്ട്. ഇതൊന്നും അല്ല കാഴ്ചകൾ. അയ്യോ, എന്നെ സൈറ്റ് അടിച്ച് കാണിച്ചത്. അപ്പൊ 2 ടൈപ്പ് മാനുണ്ട് കേട്ടോ. രണ്ട് ടൈപ്പ് മാനെ കണ്ടു നമ്മളല്ലേ. പുള്ളിമാനും അവിടെ വേറൊരു ടൈപ്പ് പരാസിങ്ക. പക്ഷെ ഞാൻ മാനെന്നേ പറയുന്നുള്ളൂ. സോറി ബാരാസിങ്ക. ലഘുഭക്ഷണശാല ഇവിടെ തൊട്ടടുത്തുണ്ടെന്ന് കേട്ടാ. ഇനി നമുക്ക് പോവാം. ഇനിയും ഉണ്ട് ഓരോന്നൊക്കെ. ചായ കുടിക്കണമെന്നുണ്ട്, കുടിക്കാം. ഒപ്പം നമുക്ക് ഈ സിംഹത്തിനെ കണ്ട് ഞാൻ പേടിക്കുന്നതല്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ നടന്നു പോകുമ്പോൾ ഒരു ചായയും 2 കടിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് അവിടെ റെസ്റ്റ് എടുക്കുന്നതിനിടയിൽ നേരെ കണ്ടോ നിങ്ങൾ 2 പുലികൾ റെസ്റ്റ് ചെയ്തത്. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. 2 എണ്ണമാണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അല്ല, 3 എണ്ണം ഉണ്ട്. ഇവർ 2 പേരും ആ മുകളിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതിനിടയിൽ ഒരാൾക്ക് ചാടിക്ക് പുറത്തിറങ്ങി. ബാക്കി 2 എണ്ണം ആ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. അവരവിടെ റെസ്റ്റിങ് പരിപാടികൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ലെന്നേ അവർ. കടുവയെ കാണാൻ കേട്ടോ. 3 പുള്ളിപ്പുലികൾ നമ്മൾ കണ്ട്. ഇനി കടുവ കണ്ട, വലിയ കടുവ. ആദ്യം കണ്ട ഞങ്ങളൊരു വെള്ളക്കടുവയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് പലതരത്തിലുള്ള കോക്കറുകൾ കാണിച്ചിട്ട് എന്താ ആ കടുവയ്ക്ക് യാതൊരു ചലനവും ഇല്ല. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, മൈൻഡ് പോലും ചെയ്തില്ലെന്നേ. അങ്ങനെ ഇവരെ നോക്കി ഇന്നപ്പോഴാണ് കേട്ടോ തൊട്ടടുത്തുള്ളൊരു കടുവ പറന്നു വന്നത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കോക്കറി കുത്തി എല്ലാ എണ്ണവും നാനാ വഴിക്ക് ഓടി കേട്ടോ. സത്യം പറഞ്ഞാൽ അപൂർവമായിട്ടാണ് കേട്ടോ ഈ ഒരു വിഷ്വൽ കിട്ടിയത്. കാരണം എല്ലാ എണ്ണവും അതിൻ്റെ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ മന്ദഗതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ചാടി വീണത് കേട്ടോ. പിന്നെ കണ്ടത് മുതലായിരുന്നു. കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിച്ചോ ഞങ്ങൾ. കണ്ണാടി മുതല അല്ലേ? കണ്ണാടി മുതലാട്ടാ. ഇതാ കണ്ണാടി മുതല. ഞാൻ കുളത്തിലോട്ടാ നോക്കിക്കൊണ്ടിരുന്നത്. കാണുന്ന സൈഡ് വിശ്രമിക്കുക. എന്താ ആരും അറിയത്തില്ല, എന്നെ ആരും കാണണ്ടെന്ന്. പിന്നെ നമ്മൾ കണ്ടത് മയിലിനെയായിരുന്നു കേട്ടോ. ആദ്യം മരിച്ചൊരു ചാടയൊക്കെ ആയിരുന്നു. പിന്നീട് ഞാൻ എൻ്റെതായ ചില കരവിരുതുകൾ കാണിച്ചപ്പോൾ അതിങ്ങോട്ട് നോക്കി നല്ല പീലിയൊക്കെ വിടർത്തി അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടാ. സൂപ്പർ കേട്ടോ. ഇത് നേരിട്ടുള്ള വ്യൂ ആയിരുന്നു, അടിപൊളി. അങ്ങനെ നമ്മൾ സൂവിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി മ്യൂസിയത്തിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നോക്കേ. എന്റെ പൊന്നോ, അടിപൊളി. നോക്കിക്കാണ്, എന്താണ് ഇതൊക്കെ, അടിപൊളി അല്ലേ, ഒരു രക്ഷയില്ല. നോക്കേ, സൂപ്പർ. അപ്പൊ ഓക്കെ, വാ, ഇതുവഴിയല്ലേ പോന്ന? ഇതുവഴി കയറാം. റൗണ്ടൊക്കെ കൊള്ളാല്ലേ? അടിപൊളി. നല്ല 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 അറ്റ്മോസ്ഫിയർ, നല്ല ക്ലൈമറ്റ്, എന്താ പറയാ, സൂപ്പർ. എനിക്ക് ഗാർഡൻ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയൊക്കെ നോക്കി നല്ല അടിപൊളിയാ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനും കാണണം. ഓക്കെ, അത് കണക്ക് കമന്റ്സ് ഒക്കെ ഇടണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കമന്റ്സിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതൊരു ചെറിയ കുഞ്ഞു വ്ലോഗായിരുന്നു കേട്ടോ.